പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുവോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. We are wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് പാഠ്യ പദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. Totally Indian education. I mean, beyond the curriculum, we teach our students the culture, tradition, and what all good both Bharat and Kerala have. The human value and the importance of humanity. And we do teach them extra how important is to protect environment and life together and being with nature. And again, those who want special help mentally, we do support and teach them. അതുവഴി കുട്ടികൾ നമ്മുടെ ഇന്ത്യയെ സാരെ ജഹാം സെ അച്ഛ ആക്കട്ടെ. That our students make our India സാരെ ജഹാം സെ അച്ഛ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. പ്ലീസ് സ്പ്രെഡ് എ കൾച്ചർ ഓഫ് ഹാർമണി, ലവ് ആൻഡ് പീസ്. നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. കുട്ടി എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത്. അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിൻ്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു സംശയം പറഞ്ഞു മെനഞ്ഞാന്ന്. ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത് അവിടുത്തെ PTA പ്രസിഡന്റ്, പ്രിൻസിപ്പാള്, പിന്നെ അവിടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി അഡ്വക്കേറ്റ്. ലീഗൽ അഡ്വൈസർക്കൊന്നും സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല. അതൊക്കെ കോടതിയിൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ്. ഇവിടെ നമ്മുടെ KER അധ്യായം 5 പ്രകാരം സ്കൂൾ തുറക്കലും അംഗീകാരം നൽകലും സംബന്ധിച്ചെന്നുള്ള ഒരു അധ്യായമുണ്ട്. അതിൽ പറയുന്ന റൂൾ 11 പറയുന്നത് പുതിയ സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ്. റൂൾ 3 പറയുന്നത് സ്കൂൾ തുറക്കുവാനുള്ള അനുവാദം പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ അപ്പോൾ അതിൽ നമ്മുടെ KER വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊന്നും ഇതുവരെയും നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല. KER അധ്യായം 5 പറയുന്നുണ്ട്
റൂൾ 11 പറയുന്നുണ്ട് സ്കൂളിന് അംഗീകാരം നൽകുന്നതിനെ സംബന്ധിച്ച്. റൂൾ 3 അംഗീകാരം റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് ഞങ്ങൾ സ്വയമാറ്റം വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല. മേടിച്ച് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോണത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് പോകും. അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. പിന്നെ ഇന്ന് പ്രിൻസിപ്പളിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിൻ്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ്, വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ? പിന്നെ കാര്യങ്ങൾ എനിക്ക് പറയാൻ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്.